ആദ്യമേ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഗ്രാൻഡ് പാരൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ഗ്രാൻഡ് പാരൻസ് ഡേയുടെ ഈ ദിവസം 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു, എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അവസരം കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ മുത്തച്ഛന്മാരുടെയും മുത്തച്ഛന്മാരുടെയും സ്നേഹം ആവോളം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. പപ്പയുടെ മാതാപിതാക്കളുടെയും അമ്മയുടെ മാതാപിതാക്കളുടെയും വിവാഹം കഴിഞ്ഞ് കട്ടക്കോട് പോയപ്പോൾ അവിടെ 5 വർഷം ഉണ്ടായിരുന്നപ്പോൾ 5 വർഷം സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കാൻ പറ്റിയ അപ്പൂപ്പനമ്മച്ചി ഉണ്ടായിരുന്നു. ഇവിടെ വാഴശ്ശേരി വന്നപ്പോൾ ഇവിടുത്തെ അമ്മച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മച്ചിയുടെയൊക്കെ ഒത്തിരി സ്നേഹം ലഭിച്ച ആളാണ് ഞാൻ. പപ്പയുടെ മാതാപിതാക്കള് 2 പേരും അധ്യാപകരായിരുന്നു. അവരുടെ വിശ്വാസപരമായ ശൈലിയും അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതികളും എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അവരെക്കുറിച്ച് എനിക്ക് അധികമൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അവിടെ കൊച്ചുമക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ കൂടുതലായിട്ടും ഇടവകയായിട്ടുള്ള അമ്മയുടെ കുടുംബമായിട്ടാണ്. അമ്മയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പൂപ്പൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹം ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ നഴ്സറിയിൽ കൊണ്ട് വിടുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതും അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും എൻ്റെ ഇളയ അങ്കിളുമായിട്ടൊക്കെ ഒരു 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ അങ്കിള് ഒപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ പിടിച്ച് മുമ്പ് ഇട്ട് കൊടുക്കുന്നത്, അത്യാവശ്യം കൊട്ട് കിട്ടുന്നത്, അങ്ങനെ ഒത്തിരി അനുഭവം. ഞാൻ ശരിക്കും പറഞ്ഞ് ചില സമയത്ത് വെറുതെ എഴുതിച്ചിരിക്കും. മെനഞ്ഞാന്ന് ഞാൻ എൻ്റെ അടുത്ത് മോളെ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം എനിക്ക് തമാശയുള്ള ചില കാര്യങ്ങൾ, പിന്നെ 2 ദിവസം അവർക്ക് ചിരിക്കാനായിട്ട് കാര്യമുണ്ടായിരുന്നു. പിന്നെ അതൊന്നുമല്ല, എനിക്ക് അമ്മച്ചിയിൽ നിന്നും അപ്പൂപ്പനിൽ നിന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുനാളിൽ അമ്മച്ചിയുടെ അപ്പൂപ്പൻ്റെയും കൂടെ അവരുടെ കൂടെ ആയിരിക്കുമ്പോഴും രാവിലെ ഒരു 3:45 4 മണിയാകുമ്പോഴേക്കും ഒരു അലാറം കേൾക്കും. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം എന്ന് പറഞ്ഞൊരു അലാറം. അപ്പൂപ്പൻ്റെ അമ്മച്ചിയുടെ ഉറച്ചുള്ള സൗണ്ടാണ്. അത് തുടങ്ങിയാൽ ഒരു ഇട ദിവസങ്ങളിലാണെങ്കിൽ 6 മണി വരെ, അല്ലാതെ ഞായറാഴ്ചകളാണെങ്കിൽ 5:30 അല്ലെങ്കിൽ 5 മണി വരെ അങ്ങനെ പോകും അവരുടെ പ്രാർത്ഥന, ജപമാല. പിന്നെ ആ സമയത്ത് TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയോയിൽ കേൾക്കുന്ന പ്രാർത്ഥന, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ, അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വന്ന് എനിക്ക് ഒരാഴ്ചയിൽ എനിക്കൊന്നും ഫുഡ് വേണ്ട, പിന്നെ ആരൊക്കെ സംസാരിക്കേണ്ട, ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അതേപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ബാബച്ചിയുടെയും ആൻ്റപ്പൻ്റെ ആദ്യോപാനയ്ക്ക് വന്നപ്പോൾ അമ്മച്ചി പോയി കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിനകത്ത് ഭയങ്കര ഇരുട്ട് കയറുമല്ലോ. അതിൻ്റെ അത്രയ്ക്ക് ഇതാണ് അമ്മച്ചിയുടെ അടുത്തുള്ള ഒരു സ്നേഹവും എല്ലാം. പിന്നെ മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അമ്മച്ചി രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, ബൈബിള് പ്രാർത്ഥിക്കുക, ഇങ്ങനെ കുറേ ഇത് കഴിഞ്ഞൊരു 10-11 മണിയാകുമ്പോൾ പിന്നെയും ഉണ്ട്. എന്നുവെച്ചാൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. നമുക്ക് നല്ല സ്നേഹത്തോടെ നോക്കിയും അത്യാവശ്യത്തിന് ശിക്ഷ തരേണ്ട സമയത്ത് അത്യാവശ്യത്തിന് ശിക്ഷ തരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ അമ്മച്ചിയുടെ ഈ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് അമ്മച്ചി 24 മണിക്കൂറും പ്രാർത്ഥിക്കുക? കാര്യം എന്ന് വെച്ചാൽ രാവിലെ കാണും, ഉച്ചയ്ക്ക് 11 മണിക്ക് കാണും, 3 മണിക്ക് കാണും, സന്ധ്യക്ക് കാണും, കിടക്കുന്നതിന് മുമ്പ് കാണും. സത്യത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം നമ്മുടെ മതബോധന പുസ്തകം വായിച്ചതും യാമപ്രാർത്ഥന എന്ന് പറയുന്ന ആ ഭാഗം വായിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കി അമ്മച്ചിയുടെ കുഞ്ഞുനാളിലെ അമ്മച്ചിക്ക് കിട്ടിയ വിശ്വാസം എന്തായിരുന്നെന്ന് മനസ്സിലാക്കി. അതോടെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വരും വെച്ചാൽ, അല്ലെങ്കിൽ അമ്മച്ചി അടുത്താണ്, പക്ഷെ അമ്മച്ചി എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരു സൂപ്പർ ലേഡിയാണ്. പിന്നെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ, ദൈവമേ എനിക്ക് 4-5 തലമുറ കാണാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന്. അപ്പോഴും ഞാൻ എൻ്റെ ഒരു 20-21 വയസ്സായപ്പോൾ ചിന്തിച്ചു, അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ശരിക്കുള്ള ഇതെനിക്ക് മനസ്സിലായത്, ഈ 4-5 തലമുറ അമ്മച്ചിയുടെ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ അമ്മച്ചിയുടെ അപ്പൂപ്പൻ്റെ അമ്മച്ചിയും കണ്ടിട്ടില്ല, പക്ഷേ അവരെക്കുറിച്ച് ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം അമ്മച്ചി അവരെക്കുറിച്ച് പറയും, അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് പറയും. പിന്നെ ഈ 4-5 തലമുറ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ്, എൻ്റെ മക്കളുടെ ഇതിപ്പോൾ അവരുടെ വിശ്വാസപരമായ ആ വളർച്ചയും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ അതൊരിക്കലും എൻ്റെ കഴിവാണെന്ന് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അമ്മച്ചി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അത് അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ടീനേജ് പ്രായത്തിലൊക്കെ അമ്മച്ചി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. നമ്മുടെ ഈ വഴിതെറ്റാതെ അമ്മച്ചി ഇങ്ങനെ പറയുന്നത്, മോളെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ആ ഒരിത് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി പറയുന്ന ആ ഒരിത് ഈ ഇടയ്ക്ക് ഞാൻ മോളിനടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ മോള് അതൊരു സംഭവം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ എന്നെക്കാൾ എത്രയോ മുകളിൽ, എന്ന് വെച്ചാൽ എത്രയോ മുകളിലാണ് എൻ്റെ മോളെ ഇത്രയും ഉയർത്തിയത്, അല്ലെങ്കിൽ അവളെ വിശ്വാസപരമായിട്ട് ഒത്തിരി വളരാനൊക്കെ സഹായിച്ചത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ എൻ്റെ കുഞ്ഞുനാളാണ് ഞാൻ ഉത്തരിയം അല്ലെങ്കിൽ വെന്തിങ്ങ അമ്മച്ചി ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ
എന്തിനി എന്ന് പറഞ്ഞ് അമ്മച്ചി കളിക്കും, എന്തിനി അതെന്തോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി അവസാനം ഉത്തരി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉത്തരീയത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അമ്മച്ചി പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഉത്തരീയത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നത് തന്നെ. വേറെ പലരുടെ കേട്ടതിന് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഈ വിശുദ്ധ വാരത്തിലുള്ള പ്രാർത്ഥനകളുടെയും അല്ലെങ്കിൽ ഈ ജാഗരണ പ്രാർത്ഥന ഇതൊക്കെ എത്ര മണിക്കൂറാണ്, എങ്ങനെയാണെന്നൊക്കെ അമ്മച്ചി വളരെ കുഞ്ഞുനാൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് അമ്മച്ചി ഒരുപാട് വലുതാണ്. പിന്നെ അമ്മച്ചി കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് രാവിലെ എണീറ്റ് തേയിലയോ കട്ടൻ ചായയൊക്കെ കുടിക്കണമെങ്കിൽ 6 മണിക്കുള്ള കുർബാനയ്ക്ക് 5:55 കുടിക്കണം. അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ തീരെ ദാഹമാണെങ്കിൽ ഒരു തുള്ളി കുടിക്കാം, അതിനുശേഷം കുടിക്കാൻ പാടില്ല. 1 മണിക്കൂർ അമ്മച്ചിയുടെ ഉപവാസമാണ്. നമ്മളാണെങ്കിലും അത് തന്നെ. പക്ഷെ അമ്മച്ചി കുർബാനയെല്ലാം എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവർക്കും ഇങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞു വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തെങ്കിലും കാണിക്കും, ഞാനോ അങ്കിളുമാരോ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കും, അമ്മച്ചി ആദ്യം വെള്ളം എടുത്ത് കുടിക്കും. വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് അമ്മച്ചിയുടേതായ വഴക്ക് പറച്ചില്. അമ്മച്ചി അങ്ങനെ മോശമായിട്ടുള്ള ഒരു വാക്കും പറയില്ല. ആകെപ്പാടെ പറഞ്ഞ് ചു എന്ന് പറയും. പിന്നെ കൂടിപ്പോയ ഒരു ചൂലയെ വിളിക്കും. അത് എനിക്കാണ് കിട്ടുന്നത്. മിക്കവാറും ഈ ചൂലയെ വിളി കിട്ടിയിട്ടുള്ള എനിക്കാണ്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ അമ്മച്ചി എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പപ്പയും അമ്മയും എന്നെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള അമ്മച്ചിയാണ്. പിന്നെ എന്തുവാണ് ഈ അമ്മച്ചിമാരെ ഞാൻ ഇപ്പോഴും ഞാൻ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അമ്മച്ചിയെ പറയുള്ളൂ. ഈ അമ്മച്ചിമാരുടെയും അപ്പൂപ്പന്മാരുടെയും സംരക്ഷണത്തിൽ വളരുന്ന ഒരു കുട്ടികളും ഒരു തെറ്റായ രീതിയിൽ പോകാറില്ല. അല്ലെങ്കിൽ അവർ ഒരുപാട് കുടുംബ സ്നേഹിയായിരിക്കും. അതിന് എനിക്ക് ബെസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കട്ടക്കോട്. അവർ വളർന്ന ആ ഒരു ശൈലി, ആ അപ്പൂപ്പൻ്റെ അമ്മച്ചിയുടെയും സ്നേഹത്തിൽ വളർന്ന എല്ലാ മക്കളും നല്ല കുടുംബസ്ഥരാണ്, നല്ല കുടുംബ സ്നേഹികളാണ്, നല്ല വ്യക്തികളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം നമ്മുടെ മുത്തച്ഛന്മാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ഇവര് തലമുറകൾ തോറും ഇങ്ങനെ ജീവിച്ചു വരുന്നത് കൊണ്ട് അവര് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ ഒരു പ്രധാന എങ്കിലും ഇപ്പോഴത്തെ എല്ലാവരുടെ ഇതിനനുസരിച്ച് എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് അമ്മച്ചിയുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേഷം ഇട്ടുകൊണ്ട് പോകാം. അമ്മച്ചി പറയാൻ കൊള്ളാമല്ലോ. ഞാൻ ഇപ്പൊ ചിന്തിക്കും, അമ്മച്ചി ഒരു 100 വർഷം കൊണ്ട് നിർത്തിയിട്ട് അമ്മച്ചി പറയും ഈ ലോകത്തിലുള്ള എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് അതിലുള്ള നന്മ കണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് അമ്മച്ചിക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഇതേപോലെ നല്ല അപ്പൂപ്പനെ അമ്മച്ചി കിട്ടണേ, ആ സ്നേഹം കിട്ടണേ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അവർക്ക് കിട്ടിയ 2 മുത്തച്ഛന്മാരും 2 മുത്തശ്ശിമാരും വളരെയധികം സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾ തിരിച്ചതുപോലെ തന്നെയാണ്. അവരെ സ്നേഹിക്കുന്നത് പോയിട്ട് അവർ പ്രായമായ ആരെയും ഒരു ശല്യമായിട്ട് കാണുന്നതോ അല്ലെങ്കിൽ ഈ അമ്മച്ചിക്ക് എന്തോന്ന് അല്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ്, അവരുടെ പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. അതൊക്കെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ കാണുകയും ദൈവം തന്ന അനുഗ്രഹത്തിന് വളരെയധികം നന്ദിയുള്ളവരും ആയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അല്ലെങ്കിൽ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയും എല്ലാം ഞാൻ പഠിച്ച അമ്മച്ചിയുടെ അടുത്ത് നിന്നാണ്. അമ്മച്ചി എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനോടല്ല എനിക്ക് പാട്ട് പാടാൻ മാത്രമേ അറിയൂ. പക്ഷെ അമ്മച്ചി പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും. അതിനകത്ത് നമ്മുടെ ആവശ്യമുള്ളത് എല്ലാം അതിനകത്തുണ്ട്. ആ പ്രാർത്ഥന അമ്മച്ചി മുടങ്ങാതെ ചൊല്ലും. അത് ഞാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മോളുടെ അടുത്തുള്ള മോളെ അത് ചൊല്ലണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് ഈ പ്രാർത്ഥനകൾ അമ്മച്ചി ചൊല്ലിക്കൊണ്ടിരുന്ന എല്ലാ പ്രാർത്ഥനകളും എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ ചൊല്ലും. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ മുത്തശ്ശിമാരും ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്, അല്ലെങ്കിൽ നെടുന്തൂണാണ്, ഒരു കുടയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. ഞാൻ ആൽമരത്തോട് ഈ മുത്തശ്ശിമാരെയും ഉപമിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, അത് ഒത്തിരി ആൾക്കാർക്ക് ആശ്വാസമാണ്, തണലാണ്, തണുപ്പാണ്, ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുത്തശ്ശിമാരെയും നമുക്ക് വളരെയധികം സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട് അവരോട് കൂടെ ആയിരിക്കുവാനും സഹായിക്കട്ടെ എന്നും നമ്മളും നല്ല മുത്തശ്ശികളുമായി തീരട്ടെ എന്നും നമ്മളും നല്ല അടുത്ത തലമുറകളോളം നമ്മൾ ദൈവവിശ്വാസത്തിൽ നമുക്ക് എല്ലാവർക്കും വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.